بسم الله الرحمن الرحيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد. നമ്മൾ തീവ്രതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇസ്ലാം തീവ്രതയ്ക്കെതിരാണ്. അത് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നന്നേ വ്യക്തവുമാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ഒരു വിഭാഗം ശത്രുക്കളാൽ പടക്കപ്പെടുകയും അവരുടെ ദുഷ്ടചെയ്തികൾ ഇസ്ലാമിലേക്ക് വരവ് വെക്കുകയും ചെയ്ത കാലഘട്ടങ്ങളിലാണ് ഇസ്ലാമിനെ തീവ്ര ചിന്തയും മാർഗവുമായിട്ട് ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ മനസ്സിലാക്കൽ തീർത്തും അനീതിയാണ്. ഇസ്ലാമിക ചരിത്രവും അതേപോലെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളും യഥാവിധം ഒരു പക്ഷവായന നടത്തിയിട്ടുണ്ട് എങ്കിൽ നേർബുദ്ധിയുള്ള നല്ല മനുഷ്യന്മാർക്കൊക്കെ ഇസ്ലാം അത് മിതത്വമാണ്. ഇസ്ലാം അത് തീവ്രതക്കും ഭീകരതക്കും എതിരാണ് എന്നുള്ളത് സുതാര്യ വ്യക്തമാണ്. ഞാനിവിടെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ചില ഭാഗങ്ങൾ എഴുതിയത് ഇസ്ലാമിൻ്റെ മിതത്വവും സുതാര്യതയും വിവിധ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് തീവ്രതയുമായി ബന്ധപ്പെട്ട ചരിത്രം എന്നാണ് തീവ്രവാദികൾ ഇസ്ലാമിൻ്റെ പേരിൽ തലപൊക്കിയത്, അതുമായി ബന്ധപ്പെട്ട ചരിത്രവും ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ എഴുതിയ ആയത്തുകൾ ആരാധനകളിൽ അതേപോലെ തന്നെ ഇടപാടുകളിൽ പെരുമാറ്റങ്ങളിൽ ഒക്കെ ഇസ്ലാമിക നിലപാട് വ്യക്തമാക്കുന്ന ദീനീ പ്രമാണങ്ങളാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതര ജനസമൂഹങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ സവിശേഷമാക്കുന്ന ഒരു വചനം വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്. വകദാലിക ജഅൽനാകും അപ്രകാരം നാം നിങ്ങളെ ആക്കിയിരിക്കുന്നു ഉമ്മതൻ വസത. ഉമ്മതൻ വസത എന്ന് പറഞ്ഞാൽ മധ്യമ സമുദായം, മിതത്വം ഈ സമുദായത്തിൻ്റെ മേൽവിലാസമാണ്. ഈ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകതയും വിശേഷണവും ഇതര സമൂഹങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വസത്താണ്, മധ്യമ സമൂഹമാണ്.
അതേപോലെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, വലാ തജ്ഹർ ബി സലാത്തിക് വലാ തുഖാഫിത് ബിഹ വബ്തഗി ബൈന ദാലിക സബീല. വലാ തജ്ഹർ ബി സലാത്തിക്, നീ നിൻ്റെ പ്രാർത്ഥന നമസ്കാരം അതിനെ ഒച്ചത്തിലാക്കരുത്. വലാ തുഖാഫിത് ബിഹ, പറ്റെ പതുക്കെയാക്കരുത്. വബ്തഗി ബൈന ദാലിക സബീല, അതിനിടയിൽ ഒരു മധ്യമ മാർഗം സ്വീകരിക്കാൻ. നിസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന, ഖുർആൻ പാരായണം, ഇത് ശബ്ദമുയർത്തി തീവ്രമാകാനും പാടുള്ളതല്ല, പറ്റ ശബ്ദം താഴ്ത്തി ശുഷ്കമാക്കാനും പാടില്ല. വബ്തഗി ബൈന ദാലിക സബീല, ഒരു മധ്യമ നിലപാട് മാർഗം സ്വീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൻ്റെ വിഷയത്തിൽ വരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ചെലവഴിക്കുമ്പോൾ ക്രയവിക്രയങ്ങളിൽ അതേപോലെ തന്നെ ചെലവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന കാര്യം മുസ്ലിമിനോട് നോക്കൂ നിങ്ങൾ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സ്വർഗമനന്തരം എടുക്കുന്ന മഹത്തുക്കളെക്കുറിച്ച് അള്ളാഹു പറയാണ്, വല്ലദീന ഇദാ അസ്റഫു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. വല്ലദീന ഇദാ അസ്റഫു, അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അവർ വല്ലദീന ഇദാ അൻഫഖു, അസ്റഫു എന്നല്ല അൻഫഖു, അവർ ചെലവഴിച്ചാൽ ലം യുസ്രിഫു, അവർ ദുർവ്യയം ചെയ്യൂല, ദൂർത്താക്കൂല. വലം യഖ്തുറു, അവർ പറ്റ പിശുക്കൂല, ചെലവ് ചുരുക്കൂല. പിന്നെ വകാന ബൈന ദാലിക ഖവാമ, അവരുടേതൊരു മധ്യമ നിലപാടാണ്. അപ്പോൾ ചെലവഴിക്കുമ്പോൾ അത് ഏത് വിഷയത്തിലാകട്ടെ, ചെലവഴിക്കുമ്പോൾ കൊള്ളക്കൊടുപ്പുകളിൽ അതേപോലെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നതിലൊക്കെ ലം യുസ്രിഫു, ദുർവ്യയല്ല. വലം യഖ്തുറു, പറ്റ ശുഷ്കമാക്കലുമില്ല. വകാന ബൈന ദാലിക ഖവാമ, മധ്യമമായ ഒരു നിലപാടും സമീപനവുമാണ്. ഇതേപോലെ വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറ. പറ്റ ചെലവഴിക്കാതെ കൈ പിരടിയിലേക്ക് കെട്ടിപ്പൂട്ടി വെക്കരുത്. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, എന്നാലോ പറ്റ ദുർവ്യയം ചെയ്യാനും പാടുള്ളതല്ല. ചെലവഴിക്കാതെ പിശുക്കാനോ ദൂർത്താക്കാനോ പാടുള്ളതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതേപോലെ നടത്തത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു പറയണം, വഖ്സിദ് ഫി മഷീഖ്, നടത്തത്തിൻ്റെ വിഷയത്തിൽ വരെ വഖ്സിദ് ഫി മഷീഖ്, നീ നിൻ്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക, മിതത്വം പാലിക്കുക. വഗ്ദുദ് മിൻ സൗതിക്, ശബ്ദം താഴ്ത്താൻ പറയും. അപ്പോൾ ഇവിടെ ഇബാദാത്തുകളിൽ അതേപോലെ തന്നെ ക്രയവിക്രയങ്ങളിൽ കൊള്ളക്കൊടുപ്പുകളിൽ അതേപോലെ തന്നെ പെരുമാറ്റങ്ങളിൽ ഈ ദീൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താ? മിതത്താണ്, മിതത്താണ്. അത് മനസ്സിലാക്കാനാണ് ഏതാനും ഉദാഹരണങ്ങൾ, ഇത് മുഴുവനല്ല, പിന്നെയോ ഏതാനും ഉദാഹരണങ്ങൾ ഇവിടെ എടുത്ത് ഞാൻ ഉണർത്തിയത്. ഇനി ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകത, അള്ളാഹു ഒരിക്കലും പ്രയാസമോ ക്ലേശമോ ഉദ്ദേശിക്കണില്ല. അള്ളാഹു എപ്പോഴും ഉദ്ദേശിക്കുന്നത് ദാസന്മാർക്ക് എളുപ്പമാണ്, പ്രയാസം പോക്കലാണ്. ഞെരുക്കം ദീനിൽ ഉദ്ദേശമല്ല. അത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു മഖ്സദാണ്, ഉദ്ദിഷ്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയും, നോക്കി നിങ്ങൾ, യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അള്ളാഹുവിൽ തഖ്വയുള്ളവനായി ജീവിക്കുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകും. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല, ഒരു പ്രയാസവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ത്വാഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ, ത്വാഹ മാ അൻസൽന അലൈക്ക്, താങ്കൾക്ക് നാം അവതരിപ്പിച്ചിട്ടില്ല അൽ ഖുർആൻ, ഖുർആൻ എന്തിന്? ലിതഷ്ഖ, നിങ്ങൾ ക്ലേശപ്പെടാൻ. ഒരിക്കലും നമ്മൾ ക്ലേശത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടില്ല. ക്ലേശരഹിതമായ ഒരു ജീവിതം, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് തഖ്ഫീഫാണ് ഉദ്ദേശിക്കുന്നത്. എന്താ തഖ്ഫീഫ്? തഖ്ഫീഫ് എന്ന് പറഞ്ഞാൽ ലഘൂകരണം. അപ്പോൾ മതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ഉണർത്തുന്ന ഏതാനും ആയത്തുകളാണിത്. ഇത് എളുപ്പമാണ്, ദീൻ എളുപ്പമാണ്.
അള്ളാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലഘൂകരണമാണ്. അള്ളാഹു ഒരിക്കലും ഞെരുക്കമോ പ്രയാസമോ ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ആളുകൾ ക്ലേശപ്പെടാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ആയത്തുകൾ, ഈ വചനങ്ങളുടെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. ഇസ്ലാമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇസ്ലാം എളുപ്പമാണ്, ഇസ്ലാം പ്രയാസങ്ങൾ ഉയർത്തലാണ്, ഇസ്ലാം ലഘൂകരണമാണ്. ഒരിക്കലും മനുഷ്യന്മാർക്ക് ഇതൊരു ഭാരമല്ല എന്നുള്ളതാണ്. ഇതേപോലെ ഇസ്ലാമിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും പറയുന്ന മറ്റു വചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയാണ്, ഇന്നമ അന റഹ്മത്തുൻ മുഹ്ദ, ഇന്നമ അന റഹ്മ, ഞാനൊരു കാരുണ്യം മാത്രമാണ്. ഇന്നമ എന്നുണ്ടോ? ഇന്നമ എന്നുള്ളത് എന്താ? തൗക്കീദിനും ഹസറിനുമാണ്. ഒരാശയത്തെ ശക്തിപ്പെടുത്താനും അതിനെ ഈ പറയപ്പെടാൻ പോകുന്ന ആശയത്തിൽ പരിമിതപ്പെടുത്താനാണ് ഇന്നമ പ്രയോഗിക്കുക. ഇന്നമ അന റഹ്മത്തുൻ മുഹ്ദ, ഞാൻ ആളുകൾക്ക് ലോകത്തിന് സമർപ്പിക്കപ്പെട്ട കാരുണ്യം മാത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വമ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ഇത് തിരുമൊഴിയാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, ഇത് ആയത്താണ്. വമ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, വമ അർസൽനാക, താങ്കളെ നാം അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഴുവൻ ലോകർക്കും. ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകരാണ്, സമഗ്ര ലോകർക്കും റഹ്മത്തായി കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ്. അവിടെ മായും വന്ന് ഇല്ലയും വന്ന്, മാ പിന്നെ അതിന് ശേഷം ഇല്ല വന്നാൽ എന്തിനാ? അത് പരിമിതപ്പെടുത്താനാണ്, കാരുണ്യം മാത്രമാണ് എന്നുള്ളത് അറിയിക്കാനാണ്. അപ്പോൾ സമഗ്ര ലോകത്തിനും ലോകർക്കും റഹ്മത്തായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് മിത്രത്തിനും ശത്രുവിനും ഒരുപോലെയാണ്, അനുചരന്മാർക്കും അനുയായികളല്ലാത്തവർക്കും ഒരുപോലെയാണ്, കാലികൾക്കും അതേപോലെ തന്നെ ജീവജാലങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ഒരുപോലെയാണ്. ശത്രുവിനെതിരിൽ വരെ റസൂലുള്ളാഹിനോട് പറയാണ്, നിങ്ങൾ അവർക്കെതിരിൽ ദുആയിരക്കും, ശത്രുവിനെതിരിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ റഹ്മത്തായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ ശപിക്കുന്നവനല്ല. ഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടുള്ളത്, ഞാൻ ശപിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ശത്രുവിന് ഹിദായത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ശത്രു ഇസ്ലാം സ്വീകരിച്ചു വന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഖുൽ പറയുക, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിൻ്റെ ഔദാര്യം, വബിറഹ്മതി, അല്ലാഹുവിൻ്റെ കാരുണ്യം, ഫബിദാലിക ഫല്യഫ്റഹു, അതിൽ വിശ്വാസികൾ സന്തോഷിക്കട്ടെ എന്നാണ്. ഇവിടെ ഫദ്ലുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഖുർആനാണ്. റഹ്മത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിനെയാണ് ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞത്, ഇസ്ലാം ദീൻ. ഫദ്ലുല്ല എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ ഇസ്ലാം, അതിൽ ഫബിദാലിക ഫല്യഫ്റഹു, ആളുകൾ സന്തോഷിക്കട്ടെ എന്നാണ്. ഇവിടെ ഇസ്ലാം എന്നുള്ളതിന് അള്ളാഹു പറഞ്ഞത് എന്താ? റഹ്മത്ത് എന്നാണ് പറഞ്ഞത്, റഹ്മത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാം എന്താ? ഇസ്ലാം കാരുണ്യമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. അതുകൊണ്ട് ആളുകൾ സന്തോഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഇസ്ലാം അത് കാരുണ്യമാണ്, അതിൻ്റെ സന്ദേശം കാരുണ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിക്കടി പറഞ്ഞത്, ഇർഹമു തുർഹമു, നിങ്ങൾ കരുണ കാണിച്ചോളിയും, നിങ്ങൾക്ക് കരുണ നൽകപ്പെടും. ഇർഹമു മൻഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചോളിയും. ഇർഹമുക്കും മൻഫിസമ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ലാ യുർഹം മല്ലാ യർഹം, കരുണ കാണിക്കാത്തവർക്ക് കരുണ നൽകപ്പെടുകയില്ല, കരുണ കാണിക്കാത്തവർക്ക് കരുണ നൽകപ്പെടുകയില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഒരിക്കൽ റസൂലുള്ളാഹിൻ്റെ കണ്ണീർ കണങ്ങൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്, ഒലിച്ചിറങ്ങുകയാണ്. റസൂലുള്ളാഹി ജനാസക്ക് മുമ്പിലാണ്. അപ്പോൾ ജനാസയുടെ അടുക്കൽ കരയാൻ പാടില്ല എന്നുള്ള ആശയാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ റസൂൽ ഒച്ചട്ട് വെള്ളമുണ്ടാക്കി കരയുന്നതിനെയാണ് എതിർത്തിട്ടുള്ളത്, കണ്ണീര് ഏൽപ്പിക്കുന്നതിന് റസൂൽ എതിർത്തിട്ടില്ല. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കാൻ, റസൂലെ നിങ്ങൾ കരയേ ജനാസൻ്റെ മുമ്പിൽ? അപ്പോൾ റസൂൽ പറയാണ്, ഇന്നഹ റഹ്മ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റഹ്മത്തിൻ്റെ ആദർശമാണ്, അത് കാരുണ്യമാണ്, ലോകർക്ക് കാരുണ്യമാണ്. ഇസ്ലാമിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ റസൂലാണ്. അതിൻ്റെ ഉദാഹരണങ്ങളും ചരിത്രങ്ങളൊക്കെ ധാരാളം, പക്ഷേ നമുക്കിവിടെ അതൊക്കെ വിശദീകരിക്കാൻ അവസരമില്ല, സമയമല്ല. ഇനി ഇവിടെ മതം ഇസ്ലാം അത് ഒരിക്കലും മനുഷ്യർക്ക് ഭാരമല്ല എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ. സ്വന്തത്തോട് വരെ നമ്മൾ
കരുണ കാണിക്കണം. അതേപോലെ തന്നെ നമ്മളൊരിക്കലും നമുക്ക് നേരെ വരെ ഒരു ഞെരുക്കമോ പ്രയാസമോ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. സ്വന്തത്തിന് വരെ ഒരു ഞെരുക്കം ഉണ്ടാക്കാൻ പാടുള്ളതല്ല. ഒരാൾക്ക് മറ്റവരോട് എന്തായാലും നമുക്ക് പ്രയാസം ഉണ്ടാക്കാനോ ഞെരുക്കുണ്ടാക്കാനോ പാടുള്ളതല്ല. പക്ഷേ സ്വന്തത്തിൻ്റെ വിഷയത്തിൽ താൻ തന്നെയാണല്ലോ വിധികർത്താവ്, താൻ തന്നെയാണ് വിധികർത്താവ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് നോക്കൂ, നിങ്ങൾ വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നവനാകുന്നു. നമ്മളെ കൊല്ലൽ എപ്പോഴാണ്? നമ്മളോട് നമ്മൾ കാഠിന്യം പുലർത്തുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ തൊട്ട് വിരോധിക്കുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ, ഇത് തിരുമൊഴിയാണ്, ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ കയറി. അപ്പോൾ ഒരു കയറിങ്ങനെ കെട്ടി കാണുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതെന്താണ് ഈ ഒരു ഉറബത്ത് കയറ് കെട്ടീനെ? അപ്പം പറഞ്ഞത് റസൂലെ സൈനബ് കെട്ടിയ കയറാണ്. സൈനബ് റസൂലുള്ളാഹിൻ്റെ ഭാര്യ സൈനബ് ബിൻത് ജഹ്ഷ്. അത് അവർ രാത്രി നമസ്കരിക്കും. അപ്പോൾ നിസ്കരിക്കുമ്പോൾ ദീർഘനേരം നിസ്കരിക്കുമ്പോൾ അവർക്ക് ക്ഷീണം വന്നാൽ തളർച്ചയിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയതാണ്, പിടിച്ചു നിന്ന് നിസ്കരിക്കാൻ. കുറേ ക്ഷീണം വരുമ്പോൾ പിടിച്ചു നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹല്ലോ അത് കെട്ടവയ്ക്കാൻ പറഞ്ഞു. ലി യുസല്ലി അഹദുക്കും നശാതഹു ഫഇദാ ഫതറ ഫലിയർഖുദ്. റസൂലുള്ളാഹി പറയാണ്, ഉന്മേഷം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കുക, ഉന്മേഷം പോയാൽ ക്ഷീണിച്ചാൽ കിടന്നുറങ്ങുക. ഇങ്ങനെ കയറ് കെട്ടി ടൈം അങ്ങനെ തൂങ്ങി നിന്നിട്ട് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇതൊരു ക്ലേശമല്ല, ഇത് ആളുകൾക്കൊരു ഭാരമല്ല. ഉന്മേഷം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കുക, ഉന്മേഷമില്ല ക്ഷീണാണെങ്കിൽ കിടന്നുറങ്ങുക. ഇതവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സഹാബത്തിനെ പഠിപ്പിച്ചു, തൻ്റെ ഭാര്യ സൈനബ് ബിൻത് ജഹ്ഷിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതേപോലെ മറ്റൊരു തിരുമൊഴി, ഇന്നദ്ദീന യുസ്റുൻ, ഇന്നദ്ദീൻ തീർച്ചയായും ഈ ദീൻ, യുസ്റുൻ എളുപ്പമാകുന്നു, ഇത് എളുപ്പമാണ്, ദീൻ എളുപ്പമാണ്. വലൻ യുഷാദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ഈ ദീനിനെ വല്ലവരും തീവ്രമാക്കാൻ ശ്രമിച്ചാൽ ഇല്ലാ ഗലബഹു, ദീൻ അവനെ തോൽപ്പിക്കും, ദീൻ അവനെ തോൽപ്പിക്കും. ആ തീവ്രമാക്കാൻ ശ്രമിക്കുന്നവനെ മതം തോൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ദീൻ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്ന ദീന യുസ്റുൻ, ഇത് ഹദീസാണ്. റസൂലുള്ളാഹി പറയാണ്, ഇന്ന ദീന യുസ്റുൻ, മതം എളുപ്പമാണ്. ലൻ യുശാദ്ദ ദീന അഹദുൻ, ഈ ദീനിനെ വല്ലവരും തീവ്രമാക്കിയാൽ, കഠിനമാക്കിയിട്ടുണ്ട് എങ്കിൽ ഇല്ലാ ഗലബഹു, ആ ദീൻ അവനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രമാക്കിയിട്ട് ഈ ദീനിനെ കൊണ്ടുപോകാൻ ഒരാൾക്കും സാധിക്കില്ല. പിന്നെന്ത് ചെയ്യും? ആ തീവ്രതയിൽ അവന് പരാജയപ്പെടും. അവനൊരിക്കലും അങ്ങനെ തുടർന്ന് പോകാൻ പറ്റില്ല, ദീൻ അവനെ തോൽപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പല ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇന്നുണ്ടല്ലോ, ചില ആളുകളുണ്ടല്ലോ വസ്വാസിൽ നിസ്കരിക്കണാനും സാധിക്കും. വസ്വാസ്, ഭയങ്കര വസ്വാസീകാരം, ശുദ്ധി വരുത്തുന്നതിൽ വസ്വാസ്, അതേപോലെ നിസ്കാരത്തിൽ വസ്വാസ്. നമുക്കല്ല കുറേ കാലം വസ്വാസിൽ അയാൾ ഒതു ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി, പിന്നെ അയാൾക്ക് ഈ വസ്വാസം ആലോചിച്ചിട്ട് അയാൾക്ക് പിന്നെ ഒതു തന്നെ ഉണ്ടാവില്ല, പിന്നെ നിസ്കാരം ഉണ്ടാവില്ല. അങ്ങനെ കുഫറിലേക്ക് പോയിട്ടുള്ള ആളുകൾ വരെ കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് നിസ്കാരത്തിൽ അനാവശ്യമായ വസ്വാസമായിരിക്കും. നിസ്കാരം എത്ര എളുപ്പമാണ്. ആറാബികൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ റസൂൽ എളുപ്പം പഠിപ്പിച്ചിട്ടുണ്ട് വുദു എന്താണ്, നിസ്കാരം എന്താണെന്നുള്ളത്. അവർക്കത് കൊണ്ടെടുക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. എന്നാൽ ഇന്ന് പല ആളുകളും ഉരച്ചു കൊടുത്ത് തന്നെ ഉരച്ച്, അതേപോലെ തന്നെ വൃത്തിയാക്കി കൊടുത്ത് തന്നെ വൃത്തിയാക്കി, ചോര വരുവോളൊക്കെ ചിലവർക്ക് ഉരക്കണം, എന്തെങ്കിലും വെള്ളം എത്തിയെന്ന് തോന്നുള്ളൂ. ഇതൊക്കെ മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന കൃത്യമാണ്. അങ്ങനെ എത്ര കാലം അങ്ങനെ അയാൾ നിസ്കരിക്കും? പിന്നെ അയാൾ എന്ത് ചെയ്യിക്കും? ഇത് ആലോചിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യൂല, പിന്നെ നിസ്കാരമല്ല. അതാണ് ഇതിൻ്റെ ഉദാഹരണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, മൻ ഹാദി, ഇത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷമ്മ പറയാണ്, ഇവരെ നിങ്ങൾക്കറിയില്ല, ഇവർ രാത്രി മുഴുവൻ നിസ്കരിക്കണ മഹദിയാണ്, രാത്രി മുഴുവൻ നിസ്കരിക്കണ മഹദിയാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പറഞ്ഞത് എന്താ? ആ മഹദിനെ പുകഴ്ത്തല്ല ചെയ്ത്. റസൂലുള്ളാഹി പറഞ്ഞത്, അലൈക്കും ബിമാ തുതീഖൂൻ ഫഇന്നല്ലാഹ ലാ യമൽ ഹത്താ തമല്ലു, അലൈക്കും ബിമാ തുതീഖൂൻ, നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര നിങ്ങൾ ചെയ്യാവൂ, കഴിയുന്നത്ര നിങ്ങൾ ചെയ്താൽ മതി. രാത്രി മുഴുവൻ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഉറങ്ങണ്ടേ, ഭർത്താവിൻ്റെ അവകാശം കൊടുക്കണ്ടേ.
അതേപോലെ തന്നെ മറ്റു പല ഇതുമില്ലേ, ശരീരത്തിന് അവകാശമല്ലേ. അതുകൊണ്ട് തന്നെ അലൈക്കും ബിമ തുതീഖൂൻ, നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്താൽ മതി. ഫൈൻ അല്ലാഹ ലാ യമൽ ഹത്ത തമല്ലു, അള്ളാഹ്ക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. അള്ളാഹ്ക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും? മടുപ്പ് വരും. അന്നുഫൂസ് ഇദാ കല്ലത്ത് മല്ലത്ത്, അതൊരു തത്വമാണ്. അന്നുഫൂസ് ഇദാ കല്ലത്ത്, മനുഷ്യന്മാർ അവർ ക്ഷയിച്ചാൽ മല്ലത്ത്, മനുഷ്യന്മാർക്ക് മടുപ്പുണ്ടാവും. അത് മനുഷ്യരുടെ പ്രത്യേകതയാണ്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചു അലൈക്കും ബിമ തുതീഖൂൻ. ഇതുണ്ടോ? അപ്പോൾ ഈ വചനങ്ങളൊക്കെ അറിയിക്കുന്നത് എന്താ? ഈ വചനങ്ങളൊക്കെ അറിയിക്കുന്നത് ദീൻ വളരെ എളുപ്പമാണ്. ദീൻ എളുപ്പമാണ്. ഒരാളും സ്വന്തത്തോട് വരെ ഒരു ഞെരുക്കമോ പ്രയാസമോ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അவ்விധം എളുപ്പമാണ് ദീൻ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ നിഷ്കർഷിക്കുകയാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്. ഇന്നല്ലാഹ റഫീഖുൻ, അള്ളാഹു റഫീഖാണ്. റഫീഖ് എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്ഖ്. റിഫ്ഖ് പറഞ്ഞാൽ സൗമ്യതയാണ്, സൗമ്യത, മൃദുലത. റഫീഖ് എന്നുള്ളതിന് നമുക്ക് മൃദുലൻ, സൗമ്യൻ എന്നൊക്കെ അർത്ഥം പറയാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലാണ്. സൗമ്യതയും അതേപോലെ തന്നെ മൃദുലതയും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധമാണ്. യുഹിബ്ബു റിഫ്ഖ്, അള്ളാഹു മൃദുലതയും സൗമ്യതയും ഇഷ്ടപ്പെടുന്നു. മൃദുലതയും സൗമ്യതയും ഇഷ്ടപ്പെടുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനൊരു സാഹചര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ ആയിഷ റളിയല്ലാഹു തആല ഉണ്ട്. ജൂതന്മാർ വന്നിട്ട് റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചു, വീട്ടിൽ അനുവാദം ചോദിച്ചു. കേട്ടോ, ജൂതന്മാർ വരിക റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക്, എന്നിട്ട് അവരെ അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള ഭാര്യ കൂടെ ഉണ്ട്, പക്ഷേ അവർക്ക് റസൂലുള്ള അനുവാദം കൊടുത്തു, വരാൻ പറഞ്ഞു. അങ്ങനെ അനുവാദം കിട്ടി അവർ കയറിയപ്പോൾ അവർ ചെയ്തത് അസ്സാമു അലൈക്കും എന്ന് റസൂലുള്ളാഹിനെ അഭിവാദ്യം ചെയ്തു. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദെ നിനക്ക് മരണം ഉണ്ടാകട്ടെ, നാശം ഉണ്ടാകട്ടെ എന്ന. റസൂലുള്ളാഹിൻ്റെ മരണവും നാശവും പിന്നെ സ്വപ്നം കണ്ട് കഴിയുന്നവരാണ് ആ ജൂതന്മാർ. അപ്പോൾ ആ ജൂതരാണ് എന്ത് ചെയ്യണത്? ആ സന്ദേശമായിട്ട് വരുന്നത്, ആ പ്രാർത്ഥന അഭിവാദ്യമായിട്ട് വരുന്നത്. അവർ വന്നിട്ട് അനുവാദം ചോദിച്ച് അനുവാദം കൊടുത്ത് കയറി വന്നിട്ട് പറയണം അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ. ആയിഷമ്മയുണ്ട്, റസൂലുള്ളാഹിയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാലൈക്കും എന്ന് പറഞ്ഞു, നിങ്ങൾക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും സഹിച്ചില്ല അവരാ പ്രയോഗം. അവർ പറഞ്ഞു, ആയിഷമ്മ പറഞ്ഞ് വഅലൈക്കും ലഅനത്തുല്ലാഹ് വഗദബുഹു, പടച്ചവൻ്റെ ശാപവും അള്ളാഹിൻ്റെ ദേഷ്യവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ആയിഷമ്മ പ്രതികരിച്ചു. അത് അവരുടെ പിന്നെ അത് ആ വിഷയത്തിൽ അവരെന്തല്ല റസൂലുള്ളാഹിക്കെതിരിൽ പ്രാർത്ഥിക്കുമ്പോൾ അതൊരിക്കലും അവർക്ക് സഹിക്കുക എന്നുള്ളതുണ്ടാവില്ല, ഒരു വിശ്വാസിയും സഹിക്കില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വളരെ അവധാനതയിലാണ് അതായത് വർത്തിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു, യാ ആയിഷ ഇന്നല്ലാഹ റഫീഖുൻ, ആയിഷ അള്ളാഹു റഫീഖാണ്, അള്ളാഹു റഫീഖാണ്. യുഹിബ്ബു റിഫ്ഖ്, അള്ളാഹു റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ മൃദുലത, സൗമ്യത. മൃദുലത, സൗമ്യത അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും കുറേ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണിത്, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ് വയുഅതി അല റിഫ്ഖി മാ ലാ യുഅതി അലൽ ഉൻഫ്. വയുഅതി അല റിഫ്ഖ്, സൗമ്യതക്കും മൃദുലതക്കും അള്ളാഹു നൽകുന്നു. മാ ലാ യുഅതി അലൽ ഉൻഫ്, തീവ്രതക്കും രൂക്ഷതക്കും നൽകാത്ത പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ, മഹത്വങ്ങൾ. അപ്പോൾ രൂക്ഷതക്കും തീവ്രതക്കും അള്ളാഹു നൽകാത്ത പ്രത്യേകതകളും പ്രതിഫലവും അള്ളാഹു മൃദുലതക്കും സൗമ്യതക്കും നൽകുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയെ അവിടെ തിരുത്തി. അവിടെ നോക്കി നിങ്ങൾ, ശരിക്ക് റസൂലുള്ളാഹിൻ്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹിൻ്റെയോട് അനുവാദം ചോദിച്ച് വന്ന ഒരു വ്യക്തി റസൂലുള്ളാഹിനോട് പിന്നെ എങ്ങനെ ശാപപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അയാൾ ശരിക്കും വധശിക്ഷ അറിയിക്കണം മനുഷ്യനെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വർത്തിച്ചത് അവധാനതയിലാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹു റഫീഖാണ്, യുഹിബ്ബുർ റിഫ്ഖ്. അള്ളാഹു സൗമ്യത ഇഷ്ടപ്പെടുന്നവനാണ്, മൃദുലത ഇഷ്ടപ്പെടുന്നവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഹുരിമ റിഫ്ഖ് ഹുരിമൽ ഖൈറു കുല്ലുഹു. റിഫ്ഖ് ഒരാൾക്ക് തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് എല്ലാ നന്മയും തടയപ്പെട്ടു എന്നാണ്. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? മൃദുലത, സാവകാശം, അവധാനത, സൗമ്യത. സൗമ്യത ഒരു മനുഷ്യന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യന് എല്ലാ നന്മയും നിഷേധിക്കപ്പെട്ടു എന്നാണ്.
ഇതേപോലെ വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും. മൃദുലതയാണ് ഒരു സംഗതിയോടൊപ്പം ഉള്ളത് എങ്കിൽ, റിഫ്ഖാണ് ഒരു സംഗതിയോടൊപ്പം ഉള്ളത് എങ്കിൽ അത് ആ സംഗതിയെ അലങ്കൃതമാക്കുമെന്നാണ്. അതേസമയം മൃദുലത, റിഫ്ഖ് ഒരു സംഗതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ സംഗതിയെ മോശമാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാകാന റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വമാ നുസിഅ മിൻഹു ഇല്ലാ ഷാനഹു. സാവകാശവും അതേപോലെ തന്നെ സൗമ്യതയും ഒരു സംഗതിയോടൊപ്പം ഉണ്ടെങ്കിൽ അത് അലങ്കൃതാകും. അതേസമയം സൗമ്യത ഇല്ലാത്തതൊക്കെ കോലം കെടും, വൃത്തികെട്ടതാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? ഇതൊക്കെ അറിയിക്കുന്നത് ഇസ്ലാം സൗമ്യതയുടെയും മൃദുലതയുടെയും ആദർശമാണ് എന്നുള്ളതാണ്. മൃദുലതയിൽ, സൗമ്യതയിൽ മുസ്ലിമീങ്ങൾ വർത്തിക്കണം എന്നുള്ളതാണ്. ഇതേപോലെ മറ്റ് ചില വചനങ്ങൾ, ആ വചനങ്ങളിൽ തീവ്രതയെ ഇസ്ലാം ശരിക്ക് പേരെടുത്ത് അത് പാടില്ല എന്നുള്ളത് അറിയിക്കുകയും തീവ്രത പൂർവികർക്കുണ്ടായിരുന്ന പല വിഷയങ്ങളിലും, അത് ആരാധനകളിലും പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എടുത്തുദ്ധരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അത് വരുന്നത് സൂക്ഷിക്കണമെന്ന് പറയണം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുവിടരുത്, തീവ്രരാകരുത്. അപ്പോൾ ദീനിൽ നിങ്ങൾ അതിരുവിടരുത് എന്ന് വേദക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് അതിരുവിടാന്നാ? അല്ല, പിന്നെയോ വേദക്കാരോട് ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്നത് പോലെ മുസ്ലിമീങ്ങളോട് ഇത് അഭിസംബോധന ചെയ്യണം. വേദക്കാർക്ക് പറ്റിയ അമളി അത് മുസ്ലിമീങ്ങൾക്ക് പറ്റരുത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ അറിയിക്കണം. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ വേറെടുത്ത് കാണാൻ സാധിക്കും. ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ് വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബ്ലു വദല്ലൂ കസീറ. ഖുൽ യാ അഹ്ലൽ കിതാബ്, പ്രവാചകരോട് പറയാണ്, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുവിടരുത്, തീവ്രരാകരുത്, ഗൈറൽ ഹഖ്, അന്യായമായ നിലക്ക്, വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ, പിഴച്ചുപോയ ഒരു വിഭാഗത്തിൻ്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത്, വഅദല്ലൂ കസീറ, അവർ ധാരാളം ആളുകളെ പിഴപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കുറേ ജനവിഭാഗങ്ങളെ പിഴപ്പിക്കുകയും സ്വയം പിഴക്കുകയും ചെയ്ത ആളുകളുടെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്, അന്യായമായ നിലക്ക് നിങ്ങൾ മതത്തിൽ തീവ്രരാകരുത് എന്ന് വേദക്കാരെ വിളിച്ച് അവരോട് ആഹ്വാനം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അപ്പോൾ വേദക്കാരോട് അത് കൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെടുത്ത് തീർത്തുണ്ടാകാൻ പാടുള്ളതല്ല തീവ്രത എന്നുള്ളത്. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇലാഹിയത്തിൽ, അള്ളാഹുവിൻ്റെ ആരാധ്യതയിൽ, അള്ളാഹിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, ഇബാദാത്തുകളുടെ വിഷയത്തിൽ അവർ തീവ്രരായി. അതേപോലെ തന്നെ പ്രവാചകന്മാരോടുള്ള വിശ്വാസത്തിൽ അവർ തീവ്രരായി, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ, അതേപോലെ മറിയത്തിൻ്റെ വിഷയത്തിൽ അവർ തീവ്രരായി. ഇങ്ങനെ പല തീവ്രത അവരെടുത്തുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിൽ തീവ്രതയെ വിരോധിക്കണം. ഇതേപോലെ ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറയണം, ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നേരെ ജീവിക്കുക. ഇസ്തഖിം എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്തിൽ കഴിയുക. കമാ ഉമിർത്ത്, കൽപ്പിക്കപ്പെട്ടതുപോലെ. വമൻ താബ മഅക, നിങ്ങളോടൊപ്പം പശ്ചാത്തപിച്ചവരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും വിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ സൽപാന്താവിൽ നേരെ ജീവിക്കാൻ പറയാണ്. വലാ തത്ഗൗ, നിങ്ങളൊരിക്കലും തീവ്രരാകരുത്, അതിരുവിടരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു. അവിടെ വലാ തത്ഗൗ, എന്താ വലാ തത്ഗൗ എന്നാണ്? തീവ്രരാവരുത്, അതിരുവിടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ഇതേപോലെ ചില തിരുമൊഴികൾ റസൂലുള്ളാഹി പറയുന്നത്, ഇയ്യാകും വൽ ഗുലു, നിങ്ങൾ തീവ്രതയെ സൂക്ഷിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലുവുഹും ഫിദ്ദീൻ. ഇയ്യാകും വൽ ഗുലു, നിങ്ങൾ തീവ്രതയെ സൂക്ഷിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, കാരണം നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഗുലുവുഹും ഫി ദീനിഹിം, അവരുടെ ദീനിൽ അവരുടെ തീവ്രതയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇയ്യാകും വൽ ഗുലു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കണത് തന്നെ ഹജ്ജിൻ്റെ വേളയിലാണ്. ഹജ്ജിൻ്റെ വേളയിൽ അതപ്പോൾ ഹജ്ജിൻ്റെ വേളയിൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ പ്രബോധന കാലഘട്ടത്തിൻ്റെ ഒടുവിലാണ് ശരിക്കും. കാരണം എന്താ, ഹജ്ജ് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി ജീവിച്ചത് എത്രയാണ്? ദുൽഹജ്ജിൽ ഹജ്ജ് ചെയ്ത് മദീനയിലേക്ക് മടങ്ങി, പിന്നെ മുഹറം, സഫർ
റബീഉൽ അവ്വൽ 12 മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അപ്പോൾ അവസാന നാളുകളിലെ റസൂലുള്ളാഹിൻ്റെ സന്ദേശമാണത്. അത് എപ്പോഴാണെന്നറിയോ? ഹാജിമാരെല്ലാവരും ഒത്തുകൂടിയ സമയത്താണ്. റസൂലുള്ളാഹി മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകുമ്പോൾ കല്ല് പെറുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഹജ്ജ് ജംറയിൽ എറിയാനുള്ള കല്ല് പെറുക്കാൻ പറഞ്ഞു. അങ്ങനെ കടലമണിയുടെ വലുപ്പത്തിലുള്ള കല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെറുക്കിയെടുത്തിട്ട് പറയാണ്, ഇതുപോലത്തെ കല്ലുകൾ കൊണ്ട് നിങ്ങൾ എറിഞ്ഞാൽ മതി ജംറയിൽ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഇയ്യാക്കും വൽ ഗുലുവ്, നിങ്ങൾ അതിരിവിടുന്നത് തീവ്രത സൂക്ഷിക്കണം. ഫഇന്നമ അഹ്ലക മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഗുലുവുഹും ഫീ ദീനിഹിം, അവരുടെ ദീനിൽ അവർ കാണിച്ച തീവ്രതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതേപോലെ റസൂലുള്ളാഹി പറയാണ്, ഹലകൽ മുതനത്തിഊൻ ഹലകൽ മുതനത്തിഊൻ ഹലകൽ മുതനത്തിഊൻ. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാശം പറയാണ്. മുതനത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ഗാലൂൻ, തീവ്രവാദികളാണ്, തീവ്രവാദികൾ. ഗുലൂവിന് തശദ്ദുദ്, തനത്തുഅ്, ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങളുണ്ട്. തശദ്ദുദ്, തനത്തുഅ്, ഗുലൂവ്, ഇതൊക്കെ സമാനാർത്ഥമുള്ള പ്രയോഗങ്ങളാണ്. മുതനത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഗാലൂൻ. ഹലക്കൽ മുതനത്തിഊൻ, മുതനത്തിഊൻ അവർ നശിക്കട്ടെ എന്നാണ്. മുതനത്തിഊൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ്, തീവ്രതയുടെ ആളുകൾ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ വചനങ്ങൾ അറിയിക്കുന്നത് എന്താ? ഇത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് വിവിധ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ചില ഭാഗങ്ങളാണ്, പ്രമാണ വചനങ്ങളുടെ ചില ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ ഉണർത്തിയത്. ഇത് മാത്രമൊന്നുമല്ല, കുറേ വിഷയങ്ങൾ ഇതോടനുബന്ധിച്ച് പ്രമാണ വചനങ്ങൾ വേറെയുണ്ട്. പക്ഷേ പല ഭാഗങ്ങളെ അറിയിക്കുന്ന ഏതാനും വചനങ്ങൾ ഞാനിവിടെ എഴുതി. ഇസ്ലാം എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാരുണ്യമാണ്, ഇത് സൗമ്യതയാണ്, ഇത് ലോകത്തിന് അനുഗ്രഹമാണ്, ഇത് തീവ്രതയ്ക്കെതിരാണ്, തീവ്രതയ്ക്കെതിരാണ്. ഈ ഇസ്ലാമിനെയാണ് ഇന്ന് ലോകത്ത് പലരും തെറ്റായി വായിക്കുന്നത്, ഇത് തീവ്രതയാണെന്ന്. ഈ ഇസ്ലാമിൻ്റെ പ്രവാചകനെയാണ് തീവ്രവാദി എന്ന് ഇന്ന് പലരും തെറ്റായിട്ട് വായിക്കണം. നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്, റഹ്മത്ത് മാത്രമാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രത കൊണ്ടുവന്നത് ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് ശത്രുക്കൾ സൃഷ്ടിച്ച ചില ആളുകളാണ്. അതൊരു വലിയ ചരിത്രമാണ്. അബ്ദുള്ള ഇബ്നു സബ് എന്ന് പറയുന്ന ഒരു യഹൂദനുണ്ടായിരുന്നു. ആ യഹൂദൻ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായം ഇട്ടിട്ട് എന്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം. അങ്ങനെ അവൻ മുസ്ലിം നാടുകളിൽ ചുറ്റി നടന്ന് ചില ദുഷ്പ്രചരണങ്ങൾ പറഞ്ഞു വരുത്തി. ആ ദുഷ്പ്രചരണങ്ങളിൽ പിൽക്കാലങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പലരും മെമ്പർമാരായി. ആ മെമ്പർമാരെ ഉപയോഗിച്ചാണ് അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന ജൂത സന്താനം 2 ശക്തികളെ പഠിച്ചത്. ഒന്ന് ഖവാരിജ്, മറ്റൊന്ന് റവാഫിൽ. ഖവാരിജ്, റവാഫിൽ. ഇതാണ് ഇസ്ലാമിലെ 2 തീവ്രവാദ ഗ്രൂപ്പുകൾ. ഒന്ന് ഖവാരിജും മറ്റൊന്ന് റവാഫിലും. ഈ 2 തീവ്രവാദ ഗ്രൂപ്പുകളെയും അവരുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സൃഷ്ടിച്ചത് ഈ അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന മുനാഫിഖ്, കപടനാണ്. അവൻ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് മുസ്ലിം നാടുകളിൽ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ നടത്തിയ അവൻ്റെ ചില ദുഷ്ട യാത്രകളുണ്ട്. ആ യാത്രകളിലാണ് അവൻ ഈ 2 ടീമിനെയും പഠിച്ചത്. അതിലേറ്റവും അപകടകാരികളാണ് ഖവാരിജികൾ. മനുഷ്യരക്തത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ടീമാണ് ഖവാരിജ്. അവരുടെ പ്രത്യേകത മനുഷ്യരക്തത്തിന് അവരുടെ അടുത്ത് ഒരു വിലയില്ല എന്നുള്ളതാണ്. പണ്ടത്തെ ഖവാരിജ് അതിൻ്റെ ചൊവ്വയും മണമുള്ള പല തീവ്രവാദ സംഘടനകളും പിൽക്കാലത്തുണ്ട്. പക്ഷേ അന്നത്തെ ഖവാരിജിൻ്റെ 100ൽ 100 രൂപങ്ങളല്ല പിൽക്കാലത്തുള്ളത്. പിന്നെ പലർക്കും അവരുടെ പല സ്വഭാവങ്ങളാണ് കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളത്. ഇന്ന് ഖവാരിജുകൾ ഉണ്ടോ ചോദിച്ചാൽ പണ്ടത്തെ ആ ഖവാരിജുകളുടെ ഗ്രൂപ്പുകൾ ഇന്നില്ല. പക്ഷേ അവരുടെ പ്രത്യേകതകൾ പലതും കടമെടുത്തിട്ടാണ് എന്തുള്ളത് പിൽക്കാല തീവ്രവാദ ഗ്രൂപ്പുകളുള്ളത്. അതിലൊരു അവരുടെ പ്രത്യേകത കടമെടുത്താണ് ഈ രക്തത്തിന് വിലയില്ലായ്മ. ഇസ്ലാമിൽ രക്തം ഏറെ പവിത്രമാണ്. മനുഷ്യരക്തം
ഏറെ പവിത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിചാരണയുടെ വേദിയിൽ അള്ളാഹു വിധി തീർപ്പ് കൽപ്പിക്കുമ്പോഴുണ്ടല്ലോ, ഖലാ ഉണ്ടല്ലോ, വിധി തീർപ്പിൽ ആദ്യത്തെ വിധി തീർപ്പ് രക്തത്തിൻ്റെ വിഷയത്തിലായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പടപ്പുകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്ന ആദ്യത്തെ ഖലാ എന്ന് പറഞ്ഞാൽ എന്താ, ജഡ്ജ്മെൻറ്റ്, അത് രക്തത്തിൻ്റെ വിഷയത്തിലായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഘാതകൻ വരും, അതേപോലെ തന്നെ വധിക്കപ്പെട്ടവനും വരും. വധിക്കപ്പെട്ടവൻ അവൻ്റെ തല കൊയ്താണ് വധിക്കപ്പെട്ടുള്ളത് എങ്കിൽ രക്തം ഒലിക്കുന്ന തലയുമായിട്ടാണ് വരിക. തല പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഓൻ വരിക. ഘാതകനായിട്ട് വരും, കൊന്നവനായിട്ട് വരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുമെന്നാണ്, അള്ളാഹുവേ ഇവനാണ് എന്നെ കൊന്നത്, ഇവൻ എന്തിനെന്നെ കൊന്നു എന്ന് അവനോട് ചോദിക്കാൻ പറയും. കണ്ടോ? അപ്പോൾ ഈ വധിക്കപ്പെട്ടവൻ അവൻ്റെ തല, രക്തം വലിക്കുന്ന തലയും പിടിച്ചിട്ടാണ് അള്ളാഹിൻ്റെ അടുക്കലേക്ക് വരിക എന്നാണ്. മാത്രമല്ല വധിച്ചവനോട് വധിക്കപ്പെട്ടവൻ അവൻ്റെ രക്തം വലിക്കുന്ന തല പിടിച്ചിട്ട് നീ എന്തിനെന്നെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതാണ്, അവനെ അർശിലേക്ക് മുട്ടിക്കുമെന്നാണ്. കൊണ്ടുപോയിട്ട് അർശിലേക്ക് അവനെ ചോദിച്ചു കൊണ്ടുപോയി മുട്ടിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ ഏറെ കടുത്ത പാപാണ് ഈ രക്തത്തിൻ്റെ വിഷയം. അത് മനുഷ്യരക്തം ഏത് മനുഷ്യൻ്റേതായിട്ടുണ്ടെങ്കിലും രക്തം വളരെ പവിത്രമാണ്. ഹാബീലിനെ കാബീൽ കൊന്നു, അന്യായമായിട്ടാണ് കൊന്നത്. ആദം സന്തതികൾ 2 പേര്, ഹാബീലും കാബീലും. ഹാബീലിനെ കൊന്നു, അന്യായമായിട്ട് കൊന്നു. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ ആ സംഭവം എടുത്ത് കൊടുത്തിട്ട് പറയാണ്, മിൻ അജ്ലി ദാലിക് എന്ന് പറഞ്ഞാൽ എന്താ, ആദം സന്തതികളിൽ ഒരാൾ മറ്റൊരാളെ കൊന്നത് കാരണത്താൽ കതബ്ന അലാ ബനി ഇസ്രായേലിയരുടെ മേൽ നാം നിയമമാക്കി. എന്താ നിയമമാക്കിയത്? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യവധത്തിന് പ്രതിക്രിയയായിട്ട് മനുഷ്യവധം ഉണ്ടല്ലോ, പ്രതിക്രിയ അതില്ലാതെ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ വധിച്ചിട്ടുണ്ട് എങ്കിൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ പാപമാണത് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്. ഹാബീലിൻ്റെയും ഹാബീലിൻ്റെയും സംഭവം എടുത്ത് കൊടുത്തതിന് ശേഷം അള്ളാഹു പറയാണ്, അങ്ങനെ ഒരു വധം നടന്നു, അന്യായമായ വധം, ഒരു മനുഷ്യ രക്തം ചിന്തി അന്യായമായിട്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയത് എന്താ, ഒരു മനുഷ്യൻ മറ്റൊരാളെ അന്യായമായിട്ട് കൊന്നിട്ടുണ്ട് എങ്കിൽ അത് മുഴുവൻ ലോകരെയും കൊന്നതിന് തുല്യമാണ്, മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ രക്തം ചിന്തുക എന്നുള്ളത് ഏറെ കടുത്ത പാപമാണ്. 3 ഹക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മനുഷ്യവധം നടത്തിയിട്ടുണ്ടെങ്കിൽ 3 അവകാശങ്ങൾ. ഒന്ന് വധിക്കപ്പെട്ടവന്, മറ്റൊന്ന് വധിക്കപ്പെട്ടവൻ്റെ ബന്ധുവിന്, മറ്റൊന്ന് അള്ളാഹുവിന്. എന്താ, ഒരാളെ കൊന്നിട്ടുണ്ട് എങ്കിൽ അയാളുടെ മേൽ 3 ബാധ്യത. അള്ളാഹുവിനോടൊരു ബാധ്യത ഉണ്ട്. അതെന്താ, അള്ളാഹു നൽകിയ ജീവനാണ് ഇയാളെ ഹനിച്ചത് അല്ലേ. അതുകൊണ്ട് തന്നെ ആ നിലക്ക് അള്ളാഹിനോട് അയാൾ കുറ്റം ചെയ്ത്, ആ കുറ്റം അയാളും അള്ളാഹും തമ്മിലാണ്. അതെങ്ങനെ തീർക്കും? അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ. മറ്റൊന്ന് ഇയാൾ വധിക്കപ്പെട്ടവനുണ്ട്, വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കളുമുണ്ട്. വധിക്കപ്പെട്ടവൻ്റെ ബന്ധു ഇവനെന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത്. വധിച്ചവനെ എന്ത് ചെയ്യണം അതാരാ തീരുമാനിക്കേണ്ടത്? വധിക്കപ്പെട്ടത് തീരുമാനിക്കൂല, വധിക്കപ്പെട്ട് അവൻ്റെ ബന്ധുക്കളാണ്. അവരെന്ത് ചെയ്യണം? ഒന്നുകിൽ ഇവന് മാപ്പ് കൊടുത്ത് ഇവനെ വെറുതെ വിടാം, അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് നിന്ന് ദായധനം സ്വീകരിച്ച് അവനെ വെറുതെ വിടാം, അല്ലെങ്കിൽ ഈ വധിക്കപ്പെട്ടവന് പകരമായിട്ട് ഓൽക്ക് ഇവനെ കൊല്ലാം. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന. വല്ലവരും വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൻ്റെ വലിയിന്, വധിക്കപ്പെട്ടവൻ്റെ ബന്ധുവിന് വധിച്ചവനെ എന്ത് ചെയ്യാം? വധിക്കണമെങ്കിൽ പ്രതിക്രിയയിലൂടെ വധിക്കാം. പക്ഷേ 3ാമത്തെ ഒരു അവകാശം ബാക്കിയുണ്ട്. എന്താ? വധിക്കപ്പെട്ടവൻ്റെ അവകാശമാണ്. ബന്ധുക്കൾ ഇവന് മാപ്പ് കൊടുത്താലും ഇവൻ്റെ അടുത്ത് നിന്ന് ദായധനം സ്വീകരിച്ചാലും, ബന്ധുക്കൾ ഇവനെ കൊന്നാലും ശരി, ഈ വധിച്ചവനെ കൊന്നാലും ശരി, വധിക്കപ്പെട്ടവൻ്റെ അവകാശം ബാക്കിയാകും. അത് ഈ ദുനിയാവൊന്നും തീരൂല. അത് തീരില്ല. എവിടെയാണ്? അത് അള്ളാഹുവിൻ്റെ കോടതിയിലാണ്. വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾ വധിച്ചവനെ കൊന്നിട്ടുണ്ടെങ്കിലും ശരി, പരലോക കോടതിയിൽ ഈ വധിക്കപ്പെട്ടവനെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഈ വധിച്ചവനായിട്ട് വരും അള്ളാഹിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കും, അള്ളാഹിനോട് പറയും, അള്ളാഹു ഇവനാണ് എന്നെ കൊന്നത്, ഇവൻ എന്തിനെന്നെ കൊന്നു എന്ന് ഇവനോട് ചോദിക്കണം.
മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നതാണ്. ആദ്യമായിട്ട് അള്ളാഹു വിധി തീർക്കൽ ഫിദിമ, രക്തത്തിൻ്റെ വിഷയത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിൽ ഏറെ പവിത്രമാണ് രക്തം. ആ പവിത്രമായ രക്തത്തെ ഒരു സങ്കോചവുമില്ലാതെ ഹനിക്കുന്നവരാണ് ഖവാരിജികൾ ഒരു സംഘടനയായി രൂപപ്പെട്ടത് അലി റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ്. സംഘടനയായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു വഹബ് അർ-റാസിബി എന്ന് പറയുന്ന ഖവാരിജികളുടെ നേതാവ്, ആ നേതാവിൻ്റെ കീഴിൽ ഒരു സംഘടനയായിട്ട് രൂപപ്പെട്ടത് അലി റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ചരിത്ര പ്രസിദ്ധമായ തഹ്കീം എന്ന സംഭവത്തിന് ശേഷം. ഹിജ്റയുടെ 35-ൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. 36-ൽ ജമൽ യുദ്ധം നടന്നു. 37-ൽ സിഫീൻ യുദ്ധം നടന്നു. 37-ൽ സിഫീൻ യുദ്ധത്തിനെ തുടർന്നാണ് തഹ്കീം എന്ന് പറയുന്ന സംഭവം. ആ സംഭവത്തിൽ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവരൊരു സംഘടനയായിട്ട് രൂപപ്പെടുന്നത് ഖവാരിജികൾ. അതിനു മുമ്പ് ഈ ഖവാരിജികൾ ഉണ്ട്, പക്ഷെ അവർ സംഘടനയായിട്ടില്ല. അവരാണ് ഉസ്മാൻ റളിയല്ലാഹു തആലനെ വധിച്ചത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ സ്വത്തും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ശരീരവും ആവശ്യപ്പെട്ട് തീവ്രവാദികൾ മദീനയിൽ തമ്പടിച്ച്, ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നും മറ്റിടത്തു നിന്നൊക്കെ ഈ അബ്ദുല്ലാഹ് ഇബ്നു സബ അവിടെയൊക്കെ പോയിട്ട് അവൻ്റെ വിഷം കുത്തി വെച്ചിരുന്നു. ആ വിഷബാധയേറ്റ ആളുകൾ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞ ജൂതൻ എന്ന് പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു സബ, അവൻ്റെ വിഷം തീണ്ടിയ ആളുകളൊക്കെ എന്ത് ചെയ്ത് അവിടെ നിന്നും ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വന്ന് മദീനയിൽ വന്ന് അവർക്ക് രണ്ട് ആവശ്യം ഉണ്ടായിരുന്നത്. ഒന്ന് ഉസ്മാൻ്റെ ശരീരം കിട്ടണം, ഒന്ന് ഉസ്മാൻ്റെ സമ്പത്ത് കിട്ടണം റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അവർ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ 30 ദിവസത്തോളം വീട് ഉപരോധിച്ച് അദ്ദേഹത്തെ വധിക്കേണ്ടായി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ വധിച്ച്. പക്ഷെ അന്ന് അവരെന്തായിട്ടില്ല, സംഘടനയായിട്ടില്ല. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ വധത്തിന് ശേഷം, അത് പിന്നെ ഹിജ്റയുടെ 35-ൽ ദുൽഹജ്ജ് മാസത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല വധിക്കപ്പെട്ടത്. വധത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല വധിക്കപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് ചരിത്ര പ്രസിദ്ധമായ മറ്റ് ജമൽ യുദ്ധം ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ രക്തത്തിൻ്റെ വിഷയത്തിൽ. അത് 36-ൽ. പിന്നെ 37-ൽ സിഫീൻ യുദ്ധം, അത് അലിയും മുആവിയയും തമ്മിൽ. അതിലൊക്കെ പിന്നിൽ ആരാണ്? ഈ അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന ജൂതനാണ്. അവനെ കേട്ട പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ചില മുസ്ലിം നാമധാരികൾ, അവരാണ് അതിൻ്റെ പിന്നിൽ. അങ്ങനെ പിന്നെ ഇവർ സംഘടനയായി. ആര്? ഖവാരിജികൾ 37-ൽ സംഘടനയായതിനു ശേഷം പിന്നെ അവർ രക്തം ചിന്തുന്നതിൽ അവർക്ക് യാതൊരു സങ്കോചമല്ല. അതുകൊണ്ടാണ് ഉസ്മാൻ അലി റളിയല്ലാഹു തആല അൻഹുവിന് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. ഈ ഖവാരിജികൾ അവർ സംഘടനയായി സംഘടിച്ച് എന്നിട്ട് അവർ മുസ്ലിമീങ്ങളെ കൊല്ലാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്, അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് പിന്നെ ഈ തീവ്രവാദികൾ വരുന്നത് കാണുകയാണ്. അങ്ങനെ ഇവർ ഈ തീവ്രവാദികൾ എന്ത് ചെയ്ത്, അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ്, വാപ്പ ഖുബൈബ് ബിൻ ആദി, റസൂലുള്ളാഹി പറഞ്ഞ വല്ല ഹദീസും പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫിത്നകൾ വരും. ഫിത്നകൾ വന്നിട്ടുണ്ട് എങ്കിൽ ആ ഫിത്നകളിൽ ഇരിക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാൾ ഉത്തമം. എന്ന് പറഞ്ഞാൽ ഫിത്നയിൽ പങ്കെടുക്കാതിരിക്കുന്നവനാണ് ഉത്തമം എന്നർത്ഥം വരുന്ന ഹദീസ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ഇവർ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബിനെ കൊണ്ടുപോയിട്ട് കൊല്ലുകയാണ്. അങ്ങനെ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബിൻ്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോയിട്ട് ഇവരുടെ വയറ് പിളർത്തിയിട്ട് ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് എന്നിട്ട് വധിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനാണ് ചെയ്യുന്നത്. ഇത് അലി റളിയല്ലാഹു തആല അദ്ദേഹം ഖലീഫയാണ് കാണുകയാണ്. അങ്ങനെ ഈ തീവ്രവാദികൾ മനുഷ്യരക്തത്തിനോട് യാതൊരു പിന്നെ വിലയില്ലാത്ത രീതിയിൽ ഇങ്ങനെ പെരുമാറുന്നത് കണ്ടപ്പോൾ പിന്നെ അവരാദ്യം സംവാദത്തിലൂടെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംവാദം നടത്തി, അലി റളിയല്ലാഹു അൻഹു സംവാദം നടത്തി, പലരെയും ഹിദായത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ പിന്നെ സിക്തമായി ആക്രമണം തുടരവേ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് നെഹ്റുവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ അവരിൽ പലരെയും എന്ത് ചെയ്തു, അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സൈന്യം പിന്നെ വധിക്കേണ്ടായി. പക്ഷേ എന്നാലും തീവ്രവാദികൾ അവർ അടങ്ങിയില്ല. എത്രമാത്രം ഈ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പാവനമായ രക്തം ചിന്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അവർ സംഘടിച്ചു. ഹിജ്റയുടെ 40-ൽ 3 ദുഷ്ടന്മാർ, ഒന്ന് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അൽ മുറാദി, 2 പിന്നെ ബർക്ക് ഇബ്നു അബ്ദുല്ലാ തമീമി, 3 അംർ ഇബ്നു ബക്കർ അത്തമീമി, ഇങ്ങനെ 3 പേർ.
അവർ ഒരു മീറ്റിംഗ് കൂടി, തീവ്രവാദികളാണ് അവർ, ഖവാരിജികൾ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞ് പിന്നെ ഇപ്പോൾ കുഫറിൻ്റെ 3 നേതാക്കന്മാരാണുള്ളത്, എല്ലാവരും കാഫിറാണ്. അവരെന്ത് ചെയ്തു? ഖവാരിജികളാകെ എല്ലാവരെയാണ് കാഫിറാക്കി, ഇസ്ലാമിൽ നിന്നാണ് പുറത്താക്കി. കാരണം സിഫീൻ യുദ്ധം അലിയാരുടെയും മുആവിയൻ്റെ ഇടയിലാണ് യുദ്ധം, അവരാണ് അപ്പുറപ്പുറമുള്ളത്. സിഫീൻ യുദ്ധത്തിൽ എന്ത് ചെയ്ത്? യുദ്ധം രൂക്ഷമായപ്പോൾ ചിലരിടപെട്ടിട്ട് എന്ത് ചെയ്ത്, നമുക്ക് ഒരു പിന്നെ 2 കക്ഷികളായിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം നമുക്കൊരു വിധി തീർപ്പിൽ എന്ത് ചെയ്യാം, ഒത്തുപിരിയാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ റമദാൻ മാസത്തിൽ മുതിർന്ന സഹാബികളെ വിളിച്ചു വരുത്തിയിട്ട് അലിയാരുടെയും അതേപോലെ തന്നെ മുആവിയൻ്റെയും ഇടയിലുള്ള പ്രശ്നം അത് കേട്ടിട്ട് അവർ തീർപ്പാക്കുന്നത് വരെ നമ്മൾ അന്യോന്യം യുദ്ധം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. അതാണ്ടായത്. അപ്പോൾ ആ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് മുആവിയ അംർ ബിൻ ആസ് റളിയല്ലാഹുവിനെ നിയോഗിച്ചു, അലി റളിയല്ലാഹു തആല അബൂ മൂസൽ അശ്അരിയെ നിയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദൗമത്ത് ജന്തലിൽ വെച്ചിട്ട് 2 മുസ്ലിം സൈന്യം ഏറ്റുമുട്ടല്ലേ, അപ്പോൾ ആ രക്തച്ചൊരിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഒരാഹ്വാനം വന്നപ്പോൾ 2 കൂട്ടർ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ ദൗമത്ത് ജന്തലിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? അംർ ബിൻ ആസും അബൂ മൂസൽ അശ്അരിയും ഒത്തുകൂടി. എന്നിട്ട് അവർ നമുക്ക് അടുത്ത റമദാനിൽ മുതിർന്ന സഹാബത്തിനെ വിളിച്ചു വരുത്തിയിട്ട് അവർ ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കുന്നത് വരെ നമുക്ക് യുദ്ധം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അതാണ് തഹ്കീം എന്ന് പറയുന്ന സംഭവം. ഈ തഹ്കീമോട് കൂടിയിട്ട് എന്തായി? അലി റളിയല്ലാഹു തആലയുടെ പക്ഷത്തുണ്ടായിരുന്നു. ശരിക്കും അലിയാർക്കായിരുന്നു വിജയം, ആ വിഷയത്തിൽ അലിയാരുടെ പക്ഷമാണ് ശരിയും. അലി റളിയല്ലാഹു തആലയുടെ പക്ഷത്തുണ്ടായിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു? അവർ പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാണ്. അലി എന്താ ഇപ്പോൾ ചെയ്തത്? ആളുകളെ വിധികർത്താക്കളാക്കി. അതുകൊണ്ട് അലി പുറത്ത്, ഇസ്ലാമെന്ന് പുറത്ത്, അലിയാരുടെ കൂടെ അവരെ സ്വീകരിക്കാത്തവർ മുഴുവൻ ഇസ്ലാമെന്ന് പുറത്ത്, മുആവിയയും പിന്നെ അംറും അവർ പിന്നെ അവരുടെ ദൃഷ്ടിയിൽ ഇസ്ലാമിലെ അല്ല, അവരും പുറത്ത്, എല്ലാ സഹാബികളും ഇസ്ലാമെന്ന് പുറത്ത് എന്ന രീതിയിലാണ് ആര് മനസ്സിലാക്കുന്നത്? അലിയാരോട് തെറ്റിപ്പിരിഞ്ഞ ഈ വിഭാഗം മുഹക്കിമ എന്നവർക്ക് പേരുണ്ട്, ഖവാരിജ്. ആ ഖവാരിജികൾ എൻ്റെ ഇത് കാണുന്നത് എല്ലാവരും ഇസ്ലാമെന്ന് പുറത്ത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത്? ഇസ്ലാം സ്വീകരിച്ചിട്ട് പുറത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ മുർത്തദിനെ കൊല്ലണ്ടേ? അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ കൊല്ലാൻ തീരുമാനിക്കണം. അങ്ങനെയാണ് അവർ സഹാബത്തിനെയും മറ്റൊക്കെ ഈ രീതിയിൽ വധിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്ത്? ഈ 3 ആളുകൾ, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമും അതേപോലെ തന്നെ ബർക്ക് ബിൻ അബ്ദുള്ള തമീമിയും അതേപോലെ തന്നെ ഈ പിന്നെ അംർ ഇബ്നു ബക്കർ അത്തമീമിയും 3 ആളും മീറ്റിംഗ് കൂടി. എന്നിട്ട് പറഞ്ഞ്, ഇപ്പോൾ കുഫറിൻ്റെ 3 തലപ്പന്മാരുള്ളത്. ഒന്ന് മുആവിയ, മറ്റൊന്ന് അലി, പിന്നെ ഒന്ന് അംർ ബിൻ ആസ്. മുആവിയ സിറിയയിൽ, അലി കൂഫയിൽ, അംർ ബിൻ ആസ് ഈജിപ്തിൽ. ഈ 3 തലയാണ് കൊയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി എളുപ്പമായി. ഇതാണ് തീവ്രവാദികളുടെ അന്നത്തെ മീറ്റിങ്ങിൻ്റെ തീരുമാനം. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞ്, ഞാൻ അലിയാരെ കൊന്നോളാം, അലിയാരെ ഞാൻ കൊന്നോളാം. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞ്, അംർ ഇബ്നു ബക്കർ പറഞ്ഞ്, ഞാൻ അംർ ബിൻ ആസിനെ കൊന്നോളാം ഈജിപ്തിൽ പോയിട്ട്. അപ്പോൾ മറ്റേ 3-ാമൻ പറഞ്ഞ്, പിന്നെ ഞാൻ മുആവിയനെയും കൊന്നോളാം. അങ്ങനെ കൊല്ലാൻ അവർ തീരുമാനിച്ചത് ഹിജ്റയുടെ 40 റമദാൻ മാസം പിന്നെ 17 വെള്ളിയാഴ്ച, ഹിജ്റയുടെ 40 റമദാൻ മാസം പിന്നെ 17 വെള്ളിയാഴ്ച ഫജ്ർ നമസ്കാരത്തിന് എന്ത് ചെയ്യുക? ഇവർ 3 ആൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ, ഇവരല്ലേ അമീറന്മാർ, ഇമാംമാർ. അപ്പോൾ ഇവർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ഒളിഞ്ഞു നിന്നിട്ട് കത്തിയോണ്ട് കുത്താനാണ് തീരുമാനം, വിഷം വെച്ച കത്തിയുണ്ട്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ത് ചെയ്ത്? അതിന് വരുമ്പെട്ട് 40 ദിവസത്തോളം വിഷം വെച്ച ഒരു കത്തി അവന് ഒരുക്കി. അവനെന്ത് ചെയ്ത്? കൂഫയിൽ പോയി. അങ്ങനെ കൂഫയിൽ ഒരു ഖുത്താം ബിന്ത് ഷജിന എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. ഈ ഖുത്താം എന്ന് പറയുന്ന പെണ്ണിൻ്റെ വാപ്പ ഷജിനയെയും സഹോദരനെയും നെഹ്റുവാനിൽ തീവ്രവാദികളോടുള്ള ഏറ്റുമുട്ടലിൽ അലിയാരുടെ പക്ഷം കൊന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഖുത്താം ഇബ്നു ഷജിന എന്ന് പറയുന്ന പെണ്ണ് ഉണ്ടല്ലോ, ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ കണ്ട്. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ത് ചെയ്തു? വളരെ പിന്നെ ഒരു ശാരീരിക കാന്തിയുള്ളൊരു പെണ്ണായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അവളെ കെട്ടി, ഈ പെണ്ണിനെ കെട്ടി. പെണ്ണ് പറഞ്ഞ മഹർ എന്താണ്? പെണ്ണ് പറഞ്ഞ മഹർ 3000 ദിർഹമും ഒരടിമയും അലിയാരെ വധിക്കലുമാണ് പെണ്ണ് പറഞ്ഞ മഹർ. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം വേഷം കെട്ടി വന്നതന്നെ കൂഫയിൽക്ക് എന്തിനാ? അലിയാരെ കൊല്ലാനാണ്. അപ്പോൾ ചക്കി കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞാൽ ഓളയും കിട്ടി. അങ്ങനെ ഇവൾ 2 പേരും അതേപോലെ തന്നെ ഈ പെണ്ണിൻ്റെ കുബുദ്ധിയാൽ പിന്നെ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലിയാരെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ റമദാൻ 17-ന് കൂഫയിലെ പള്ളിയിൽ അലി റളിയല്ലാഹു തആല ഫജ്ർ നിസ്കാരത്തിന് ഇങ്ങനെ അസ്സലാ എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചുകൊണ്ടിട്ട് വരികയാണ്. വരുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ചാടി ഇരുട്ടിൽ അലിയാരുടെ നെറുകയിൽ വെട്ടി അദ്ദേഹത്തിൻ്റെ തല പൊളിഞ്ഞ്. പിന്നെ അതിനെ തുടർന്നാണ് അലി റളിയല്ലാഹു തആല
എന്ത് ചെയ്യുന്നത്, ഷഹീദാണത്. അലിയാർ വീണ് രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോൾ ഇവനെ പിടിച്ച്, അബ്ദുറഹ്മാൻ ഇവനെ പിടിച്ച്. അപ്പോൾ അലിയാരോട് ഇവൻ പറയാണ്, യാ അലി അൽ ഹുക്മുലില്ലാ ലൈസ ലക് വലാലി അസ്ഹാബിക്. അലി, വിധികർത്തൃത്വം അള്ളാഹുവിനാണ്, നിനക്കുമല്ല നിൻ്റെ പാർട്ടിക്കാർക്കുമല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവന് വെട്ടുന്നത്. വെട്ടി ഉടനെ അതാണ് അലിയാരോട് ഗർജിക്കുന്നത്. പിന്നെ മറ്റേ രണ്ടാളും ബർക്ക് ബിനു അബ്ദുള്ള അത്തമീമി മുആവിയ വെട്ടാൻ വേണ്ടിയിട്ട് പോയി. മുആവിയ റളിയല്ലാഹു തആല ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സിറിയയിലെ പള്ളിയിൽ വരുമ്പോൾ ബർക്ക് ബിൻ അബ്ദുള്ള ചാടിയിട്ട് വെട്ടി. പക്ഷേ അത് അലിയാരുടെ ഊരക്കാണ് കൊണ്ടത്, ഈ ഊരഭാഗത്താണ് കൊണ്ടത്. അല്ല, അസ്തഗ്ഫിറുല്ലാഹ്, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഊരഭാഗത്താണ് കൊണ്ടത്. മുആവിയ റളിയല്ലാഹു തആല അവൻ്റെ വെട്ടേറ്റ് പ്രയാസപ്പെട്ട്. പക്ഷേ വൈദ്യ ചികിത്സയിൽ മുആവിയ റളിയല്ലാഹുവിന് ഭേദപ്പെട്ട് ഇവനെ പിടിച്ച് മുആവിയ റളിയല്ലാഹു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. പക്ഷേ അദ്ദേഹത്തിന് നല്ല സാരമായ മുറിവേൽക്കണ്ടായി. മൂന്നാമൻ അംർ ഇബ്നു ബക്കർ അത്തമീമിയാണ്. അവന് ഈജിപ്തിൽ പോയിട്ട് പിന്നെ ഇവനെ വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അംർ ബിൻ ആസ് റളിയല്ലാഹു തആലനെ വെട്ടാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞ് നിൽക്കുകയാണ്. അന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹുവിന് രോഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അന്നത്തെ പോലീസ് ക്യാപ്റ്റനായ പിന്നെ ഖാരിജ ഇബ്നു അബി ഹബീബയെ ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച്. അംർ റളിയല്ലാഹുവിന് രോഗിയായപ്പോൾ ഫജ്ർ നിസ്കാരത്തിന് വന്നില്ല. തൻ്റെ പിന്നെ മുദീർ ഷുർത്തയായ ഖാരിജ ഇബ്നു അബി ഹബീബയെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ ഇരുട്ടിലാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ആഗതൻ അംറാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത്, ഈ അംർ ബിനു ബക്കർ അത്തമീമി വെട്ടി, അവിടെ മരിച്ച്. ഖാരിജ ബിനു ഹബീബ് അവിടെ മരിച്ച്. അപ്പോൾ പിന്നെ അയാളോട് പറയാണ്, അംറിനെ നിങ്ങൾക്ക് കൊല്ലാനായില്ല, അംറല്ല നിസ്കാരത്തിന് വന്നത്, ഖാരിജ ഇബ്നു ഹബീബാണെന്ന് പറഞ്ഞപ്പോൾ ആ ദുഷ്ടം പറയണത് എന്താണെന്നറിയോ, ഞാൻ ഉദ്ദേശിച്ചത് അംറിനെയാണ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഖാരിജയെയാണ് എന്ന് പറഞ്ഞിട്ട് അവനെ നിർവൃതിക്കൊള്ള ചെയ്യണത്. മനസ്സിലായി? മുആവിയയെ വെട്ടിയ ഈ മറ്റേ ദുഷ്ടൻ ബക്കറിനെ പിടികൂടിയിട്ട് അവനെ ബന്ധിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അവനെ കൊല്ലാൻ പറഞ്ഞു, മുആവിയ വെട്ടാൻ പറഞ്ഞു. അപ്പോൾ അവനെ വെട്ടാനതിന് മുമ്പ് അവൻ പറയാണ് മുആവിയനോട്, മുആവിയ, ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. അപ്പോൾ എന്താ? പിന്നെ നിങ്ങളെ എനിക്ക് എന്തായാലും കൊല്ലാൻ പറ്റിയില്ല, പക്ഷേ എൻ്റെ സഹോദരങ്ങൾ 2 പേര്, ഞങ്ങൾ ഈ ടീമിലുള്ള 2 പേരിൽ ഒരാളും അലിയാരെയും കൊന്നിട്ടുണ്ടാവും, ഒരാൾ അംറിനെയും കൊന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അയാൾ നിർവൃതിക്കൊള്ളുക ചെയ്യണം. അത് ആ സമയത്ത് വാൾ കാണുമ്പോൾ മനസ്സിലായില്ലേ? അതാണ് ഈ തീവ്രവാദികളുടെ പ്രത്യേകത. അവരുടെ കൽബ് ഒരിക്കലും ലോലാവില്ല. മനുഷ്യരക്തത്തോട് അവർക്ക് വലിയ വാഞ്ചയായിരിക്കും. മനസ്സിലായി? അന്നത്തെ ഖവാരിജികളുടെ ലക്ഷണം, ആ ലക്ഷണമുള്ള ഇസ്ലാമിൻ്റെ പേരിൽ ചേർക്കപ്പെടുന്നതായ പിൽക്കാല ടീമുകളൊക്കെ ആരൊക്കെ ഉണ്ട്, അതൊക്കെ ഖവാരിജിൻ്റെ സന്താനങ്ങളാണ്. 100ൽ 100 ഖവാരിജിനെ, അന്നത്തെ ഖവാരിജിനെ കടടുത്ത ടീമുകൾ ഉണ്ടാവില്ല. പക്ഷേ ഈ ലക്ഷണങ്ങൾ ആരിലുണ്ട്, അവരൊക്കെ എന്താണ്, ഇസ്ലാമിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്താനും അതേപോലെ തന്നെ ഇസ്ലാമിനെ തകർക്കാനും ശത്രു സൃഷ്ടിച്ച ആളുകളാണ്. ഇസ്ലാം ദീൻ എന്താണ്? ഇസ്ലാം ദീനാണിത്. അതിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ. മനസ്സിലായില്ലേ? ഇത് പിന്നെ വളരെ ഒരു വിശാലമായിട്ടുള്ളൊരു വിഷയവും വലിയൊരു ഭാഗമാണ്. പക്ഷേ ഈ തീവ്രവാദികളുടെ ചരിത്രം ഉണ്ടല്ലോ, അത് പിന്നെ അതിൻ്റെ ആ രീതിയിൽ മുസ്ലിമീങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ അവരുടെ പിന്നെ ഈ പരിപാടികളുണ്ടല്ലോ, അതൊക്കെ വളരെ ആസൂത്രിതമാണ്. അത് പലതും ശത്രു ഉണ്ടാക്കി കൊടുക്കുന്നതുമാണ്. അതിൽ മുസ്ലിമീങ്ങൾ ചെന്ന് ചാടും എന്നുള്ളത് അതിൻ്റെ പിന്നെ ഒരു വലിയ അപകടമാണ്. ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ്റെ ഒരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ കൂഫയിലെ പള്ളിയിലിരിക്കുമ്പോൾ പിൽക്കാലത്ത് അബൂ ഹനീഫ അന്ന് ഖവാരിജികളുണ്ട്. ഖവാരിജികൾ 2 മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളീൻ്റെ പുറത്ത് അവിടെ വെച്ച്, 2 മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളീൻ്റെ പുറത്ത് വെച്ച്. അപ്പോൾ ഖവാരിജികളുടെ വിശ്വാസം വൻപാപം ചെയ്തവരൊക്കെ ഇസ്ലാമെന്ന പുറത്ത് നിന്നാണ്, കാഫിറാണെന്നാണ്. വൻപാപം ചെയ്തവൻ ഇസ്ലാമിൻ്റെ പുറത്ത് നിന്നാണ്. ഒരാൾ മുസ്ലിമാണ്, അയാൾ മദ്യപിച്ചു, അയാളുടെ വിധി എന്താ? നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾ മുസ്ലിമാണ്, വൻപാപം ചെയ്തു, അയാൾ ഒരു വേള അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതനാകും, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ കാരുണ്യത്താൽ അയാൾക്ക് പുറത്തു കൊടുക്കും, അയാൾ പിന്നെ തൗബക്ക് അവസരമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഖവാരിജികൾ മനസ്സിലാക്കണം അങ്ങനെയല്ല. ഖവാരിജ് മനസ്സിലാക്കുന്നത് ഇസ്ലാമോട് കൂടി അയാൾ എന്തായി, ഇസ്ലാം സ്വീകരിച്ച് ഒരാൾ മുസ്ലിമാണ്, വൻപാപം ചെയ്താൽ ഇസ്ലാമെന്ന് പുറത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എന്താ, കട്ട്. അതാണ് തീവ്രവാദികൾ, അതാണ് അവരുടെ ആദർശം. അപ്പോൾ 2 മയ്യത്ത് കൊണ്ടുവന്നിട്ട് പുറത്ത് വെച്ച്, എന്നിട്ട് തീവ്രവാദികളുടെ ഉള്ളിൽ കയറി, പള്ളിക്ക് കയറി, വാളയിറ്റാണ് വരുന്നത്. ആരുടെ അടുക്കലേക്ക്? അബൂ ഹനീഫൻ്റെ അടുക്കലേക്ക് വാളയിറ്റാണ് വരുന്നത്. എന്നിട്ട് അബൂ ഹനീഫനോട് പറയുന്നത്, അബൂ ഹനീഫ, പള്ളീൻ്റെ പുറത്ത് 2 മയ്യത്തുണ്ട്, ഒന്ന് മദ്യപാനിയുടേതാണ്, ഒന്ന് വ്യഭിചരിച്ചൊരു പെണ്ണിൻ്റെയാണ്.
വ്യഭിചരിച്ച പെണ്ണാണ്, അതിനെ കൊന്നിട്ട് അതിൻ്റെ ജനാസയാണ്. മറ്റൊന്ന് മദ്യപാനിയാണ്, മദ്യപാനിൻ്റെയും ജനാസയാണ്. അവർ മുസ്ലിമാണോ കാഫിറാണോ എന്നാ ചോദ്യം. വാളയിട്ടാണ് ചോദിക്കണത്, വാളയിട്ടാണ് ചോദിക്കുന്നത്. അവരുടെ ആദർശം, ഈ ചോദിക്കണവൻ്റെ ആദർശപ്രകാരം എന്താ? അത് രണ്ടും കാഫിറാണ്. അതിവിടെ ആര് പറയണം? അബൂ ഹനീഫ പറയണം. അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരുടെ വാളിന് മുന്നിലാണ് അവരുടെ ചോദ്യം. അപ്പോൾ അബൂ ഹനീഫ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് അവർ നസ്രാണികളാണെന്ന് ചോദിച്ചു, ക്രൈസ്തവരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞു. അവർ ജൂതരാണെന്ന് ചോദിച്ചു. അത് രണ്ട് മയ്യത്തുണ്ടല്ലോ, ജൂതരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ജൂതരല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് ജൂതരല്ല എന്ന് പറഞ്ഞു. മജൂസികളാണെന്ന് ചോദിച്ചു. അപ്പം മജൂസികളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഹനീഫ മുസ്ലിങ്ങളാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. ഇവരെന്തല്ലോ അവരെന്നെ പറഞ്ഞെന്ത് അറിയാതെ പറഞ്ഞതാണ്. അവർ നസറാക്കളുമല്ല യഹൂദരുമല്ല മജൂസികളുമല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ പിന്നെ മുസ്ലിങ്ങളാണെന്ന് ചോദിച്ചപ്പോൾ ആ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ തന്നെ ഫത്ത് പറഞ്ഞിട്ടുണ്ട് അവരാരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമല്ല എന്ന് അബൂ ഹനീഫ പറഞ്ഞു. അതിലവർ നിൽക്കണില്ല. അവർ പറഞ്ഞു അബൂ ഹനീഫ ആ കളി അവിടെ നിർത്തി കളി. ഇവർ സ്വർഗത്തിലാണോ നരകത്തിലാണെന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം. ഇവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ? അപ്പോൾ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ പറഞ്ഞ് അവരോട് പറഞ്ഞ് അവരുടെ വിഷയത്തിൽ എന്നേക്കാൾ ഉത്തമനായ അള്ളാഹു അവരേക്കാൾ മോശക്കാരായവരുടെ വിഷയത്തിൽ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. എന്നേക്കാൾ ഉത്തമനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരേക്കാൾ മോശക്കാരായവരുടെ വിഷയത്തിൽ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. അവരേക്കാൾ മോശക്കാരെന്നാണ് ഉദ്ദേശം എന്താ? ആ രണ്ട് ജനാസ, ഒന്ന് വ്യഭിചാരിയാണെന്നാണ് അവരുടെ വാദപ്രകാരം, ഒന്ന് മദ്യപാനിയാണ്. അവരുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അള്ളാഹു നസാറാക്കളുടെ വിഷയത്തിൽ പറഞ്ഞില്ല. അതായത് പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറിയമിനെയും ആരാധിച്ച ക്രൈസ്തവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഫൈൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുർ റഹീം അസീസുൽ ഹക്കീം. ഫഇൻ തുഅദ്ദിബുഹും അള്ളാഹുവെ നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ ഫഇന്നഹും ഇബാദുക അവർ നിൻ്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് എങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹക്കീം അള്ളാഹുവെ നീയാണ് അസീസ്, നീയാണ് ഹക്കീം. ഇതാരെക്കുറിച്ച് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അൻത ഖുൽത ലിന്നാസി അൻ ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസയെയും ഈസൻ്റെ ഉമ്മയെയും അള്ളാഹുവോടൊപ്പം ഇലാഹാണെന്ന് പറഞ്ഞവരുടെ വിഷയത്തിൽ അള്ളാഹു പറയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പറയാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അവർ നിൻ്റെ ദാസന്മാരാണ്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ ദാസന്മാരാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അസീസാണ്, ഹക്കീമാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫമൻ തബിഅനി മിൻഹു ഫഇന്നഹു മിന്നി വഇൻ ഫമൻ അസാനി ഫഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ വിഗ്രഹാരാധകരുടെ അടുക്കലൂടെ പോവുകയാണ്. അപ്പോൾ പറയാണ്, വിഗ്രഹാരാധകർ ഇങ്ങനെ വിഗ്രഹങ്ങളെ പൂജിക്കണത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടപ്പോൾ പറയാണ് റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറ മിനന്നാസ്. ഈ വിഗ്രഹങ്ങൾ കുറേ മനുഷ്യന്മാരെ പിഴപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പിഴപ്പിക്കപ്പെട്ട മനുഷ്യരെ നോക്കിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് എന്ത്? ഫമൻ തബിഅനി മിൻഹും ഫഇന്നഹു മിന്നി. അവരിൽ നിന്ന് എന്നെ അനുധാവനം ചെയ്തവർ എന്നിൽപ്പെട്ടവനാണ്. ഫമൻ അസാനി വല്ലവരും എന്നെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ ഫഇന്നക അൻതൽ ഗഫൂറുർ റഹീം അള്ളാഹു നീ ഗഫൂറാണ്, റഹീമാണ്. ഇത് ആരുടെ വിഷയത്തിൽ പറഞ്ഞ? വിഗ്രഹാരാധകരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്. അപ്പോൾ ആ രണ്ട് ജനാസകളെക്കാൾ മോശക്കാരായവരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ അത് പറയുന്നത്. അപ്പോൾ എന്നേക്കാൾ ഉത്തമനായവൻ അവരേക്കാൾ മോശക്കാരായവരുടെ വിഷയത്തിൽ എന്താണോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അതാണ് എനിക്ക് ആ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എന്ന് ഈ തീവ്രവാദികളോട് അബൂ ഹനീഫ പറയുകയും ഈ രണ്ടായത്ത് ഓതുകയും ചെയ്തു എന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അബൂ ഹനീഫ ഹിജ്റയുടെ 150 മരണപ്പെടുന്നത്. ആ 150 കാലഘട്ടങ്ങളിൽ അതിൻ്റെ മുമ്പുള്ള കാലഘട്ടങ്ങളിലുള്ള ഈ ഖവാരിജിൻ്റെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? പണ്ഡിതന്മാർക്കൊരു വിലയില്ല. ദീന് മനസ്സിലാക്കുന്നത് നേരെ തല കീക്കാന്തൂക്കായിട്ട് അല്ലേ? മനുഷ്യരക്തം ചിന്തുന്നതിൽ ഒരു സങ്കോചമല്ല. തികഞ്ഞ വികാരത്തിലാണ്. അബൂ ഹനീഫത്തുൻ നുഅ്മാനോടൊക്കെ നോക്കി നിങ്ങൾ വാളൂരിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരോട് എങ്ങനെയായിരിക്കും അവർ സംസാരിക്കുക? ഇതാണ് ഈ ഒരു വിഭാഗം ആളുകളുടെ പ്രത്യേകത. ഇതാണ് പിന്നെ ഈ തീവ്രവാദികളുടെ ഈ തുടക്ക കാലഘട്ടത്തിൽ അവരുടെ ചരിത്രത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ അതിൽ പിന്നെ വശീകൃതരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ചൊവ ഏറ്റുവാങ്ങിയിട്ട് പല തീവ്രവാദ ഗ്രൂപ്പുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാമിൻ്റെ പേരിൽ കടന്നു വന്നിട്ടുണ്ട്. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ അത്തരം തീവ്രവാദ ഗ്രൂപ്പുകളെ ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ ഈ സുന്ദരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായി ഈ ദീനിൻ്റെ പ്രവാചകനെയൊക്കെ
നമ്മളുടെ കയ്യാൽ അല്ലെങ്കിൽ നമ്മളാൽ ശത്രുക്കൾ തെറ്റായി മനസ്സിലാക്കുന്ന, ശത്രുക്കളുടെ നാവ് തെറ്റായി ചിത്രീകരിക്കുന്നതായ ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. മുസ്ലിം ഉമ്മത്തിന് വലിയ നഷ്ടവും കഷ്ടവും അതിനാൽ ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായി? അതെത്ര എങ്ങനെയെന്നുള്ളത് ഇവിടെ വിശദീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ലാത്ത വിധം അത് വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.